കാലിസ്റ്റനിക്സ് വർക്കൗട്ട് ഇതിനെപ്പറ്റി നമ്മൾ പലരും കേട്ടിട്ടുണ്ട്. എന്താണ് കാലിസ്റ്റനിക്സ് വർക്കൗട്ട്, എങ്ങനെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്, എന്തൊക്കെയാണ് ഇതിന്റെ ഡീമെറിറ്റ്സും അഡ്വാൻറ്റേജസും, ഇനി ജിമ്മിൽ പോകുന്നതാണോ നല്ലത് അതോ നമ്മൾ കാലിസ്റ്റനിക്സ് വർക്കൗട്ട് ചെയ്യുന്നതാണോ നല്ലത്, നമുക്കെല്ലാം ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലാക്കാം. നമ്മുടെ ബോഡി വെയിറ്റ് വെച്ച് മാത്രം എക്സസൈസ് ചെയ്യുന്നതിനാണ് ചുരുക്കത്തിൽ കാലിസ്റ്റനിക്സ് വർക്കൗട്ട് എന്ന് പറയുന്നത്. നമുക്കിത് നമ്മുടെ വീട്ടിലോ ഔട്ട്ഡോറിലോ പാർക്കിലോ എവിടെ വേണമെങ്കിലും നമുക്ക് ചെയ്യാം. ജിമ്മിനെയോ മറ്റ് ഫിറ്റ്നസ് സെന്റേഴ്സിനെയോ ഡിപ്പെൻഡ് ചെയ്യേണ്ട ആവശ്യം പോലും ഇവിടെ വരുന്നില്ല. കാലിസ്റ്റനിക്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ മെയിൻ ആയിട്ട് നമ്മുടെ സ്ട്രെങ്തും ഫ്ലെക്സിബിലിറ്റിയും എൻഡ്രൻസുമാണ് കൂടുന്നത്. പിന്നെ നമുക്ക് മസിൽ മാസും കിട്ടുന്നുണ്ട്. പക്ഷേ മസിൽ മാസ് നമ്മുടെ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നതിന്റെ അത്രയും കിട്ടത്തില്ല, പക്ഷേ മസിൽ മാസ് നമുക്ക് കിട്ടും. കാലിസ്റ്റനിക്സ് അത് ഗീക്കി എന്ന് വന്നൊരു പേരാണ്. ആ പേരിൽ തന്നെ ഉണ്ട്. കാലോ മീൻസ് ബ്യൂട്ടി, സ്റ്റെനസ് മീൻസ് സ്ട്രെങ്ത്. അപ്പം ബ്യൂട്ടിയും സ്ട്രെങ്തും അതാണ് കാലിസ്റ്റനിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബോഡി വെയിറ്റ് ഇല്ലെങ്കിൽ കാലിസ്റ്റനിക്സ് ട്രെയിനിങ് എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന, ബോഡി വെയിറ്റ് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്ന വർക്കൗട്ട്സ് ഏതൊക്കെയാണ്? പുഷപ്പ്, പുള്ളപ്പ്, സ്ക്വാട്ട്, ലഞ്ചസ്, പിന്നെ ഡിപ്സ്. ഇങ്ങനത്തെ വർക്കൗട്ടൊക്കെ ആയിരിക്കും നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത്. കാരണം ഇതിന് നമുക്ക് യാതൊരു വെയിറ്റും ജിമ്മിൽ പോയി വെയിറ്റ് ഒന്നും വെച്ച് ചെയ്യേണ്ട, നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാൻ പറ്റും. എന്നാൽ ഇത് മാത്രമല്ല, 100 കണക്കിന് വേറെ കാലിസ്റ്റനിക്സ് വർക്കൗട്ട്സ് ഉണ്ട്. അതുമാത്രമല്ല, ഞാൻ ഈ പറഞ്ഞ എക്സസൈസിന്റെ ഒക്കെ വേരിയന്റും ഉണ്ട്. ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ പുഷപ്പിന് തന്നെ ഡയമണ്ട് പുഷപ്പ് ഉണ്ട്, വൈഡ് പുഷപ്പ് ഉണ്ട്, സ്ക്വാട്ടിന് തന്നെ ലഞ്ചസ് ഉണ്ട്, പിന്നെ പുള്ളപ്പിന് തന്നെ സൈഡ് ടു സൈഡ് പുള്ളപ്പ് ഉണ്ട്. അങ്ങനെ എല്ലാത്തിനും കുറെ വേരിയന്റ് ഉണ്ട്. നമ്മൾ ഏത് ഫിറ്റ്നസ് ഫീൽഡിലേക്ക് പോകുമ്പോൾ നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. അതുപോലെ തന്നെ കാലിസ്റ്റനിക്സിലേക്ക് വരുമ്പോഴും നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്യണം. നമുക്ക് മസിൽ ബിൽഡ് ചെയ്യാനാണോ, നമുക്ക് എൻട്രൻസ് കൂട്ടാനാണോ, അതോ നമുക്ക് വെയിറ്റ് കുറയ്ക്കാനാണോ, അതോ നിങ്ങൾക്ക് ജിമ്മിൽ പോകാൻ ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോ കാലിസ്റ്റനിക്സ് ചൂസ് ചെയ്യുന്നത്? അങ്ങനെ ഒരു ഗോൾ ആദ്യമേ തീരുമാനിക്കണം, ഒരു ഗോൾ സെറ്റ് ചെയ്യണം. എന്നിട്ട് ഫസ്റ്റ് ബേസിക് മൂവ്മെന്റ്സ് പഠിക്കണം. ഈ ബേസിക് മൂവ്മെന്റ്സ് എന്ന് വെച്ചാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുഷപ്പ്, പുള്ളപ്പ്, സ്ക്വാട്ട്, ലഞ്ചസ് ഇതൊക്കെ തന്നെയാണ്. പറയുമ്പോൾ എനിക്കിത് പെട്ടെന്ന് പറഞ്ഞു പോവാം, പക്ഷെ ഈ പുഷപ്പ് പുള്ളപ്പ് ഒക്കെ ചെയ്യാൻ ഭയങ്കര പാടാണ്. ഈ ലോകത്തിലെ 12% ആളുകൾക്ക് മാത്രമേ ഒരു പുഷപ്പ് 5 നമ്പർ പുഷപ്പെങ്കിലും ലോകത്ത് അടിക്കാൻ പറ്റത്തുള്ളൂ. 12% ആളുകൾക്ക്. പുള്ളപ്പും അതുപോലെയൊക്കെ തന്നെയാണ്. കാരണം ഇതാരും ട്രൈ ചെയ്യുന്നില്ല. എല്ലാവർക്കും സത്യത്തിൽ എല്ലാവരും കൊണ്ട് പറ്റും, പക്ഷെ ആരും ട്രൈ ചെയ്യുന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ പുഷപ്പും പുള്ളപ്പും സ്ക്വാട്ടും ഡിപ്സും എല്ലാം ഒരു 10 നമ്പറെങ്കിലും മിനിമം ചെയ്യാൻ പറ്റുന്ന ലെവലിൽ നിങ്ങൾ ആദ്യം എത്തുക. അതുമാത്രമല്ല, ഇത് പ്രാക്ടീസ് ചെയ്യുമ്പം നല്ല കറക്റ്റ് ഫോമിലും നല്ല കറക്റ്റ് ടെക്നിക്കിലും ആയിരിക്കണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഞ്ചുറി വരാൻ ചാൻസ് ഉണ്ട്. എന്നിട്ട് ഞാൻ ഈ പറഞ്ഞ വർക്കൗട്ട്സ് വെച്ച് റൂട്ടീൻ തയ്യാറാക്കുക. ഇപ്പം ഞാൻ എക്സാമ്പിൾ ആയിട്ട് റൂട്ടീൻ കാണിക്കുന്നുണ്ട്. അതൊരു എന്റെ പെർസ്പെക്റ്റീവ് നിന്ന് ഞാൻ റെഡിയാക്കിയിട്ടുള്ള ഒരു റൂട്ടീനാണ്. അതുപോലെ നിങ്ങൾക്ക് വേണേൽ നെറ്റിൽ നിന്ന് എടുത്ത് റൂട്ടീൻ നിങ്ങൾക്ക് നിങ്ങളുടെ കംഫോർട്ടിനായിട്ട് റൂട്ടീൻ സെറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ 10 നമ്പർ ഗ്രാജുവലി കൂട്ടണം. ഓരോ പ്രാവശ്യം എക്സസൈസ് ചെയ്യുമ്പോൾ ഈ 10 നമ്പർ നിങ്ങൾക്ക് 11 ചെയ്യാൻ പറ്റുന്നുണ്ടോ, 12 ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ കൂട്ടി കൊണ്ടുവന്ന് നോക്കണം. അപ്പം അവിടെ പ്രോഗ്രസ് വരും. ഇതാണ് ഒരു ബിഗിനർ ലെവലിൽ കാലിസ്റ്റനിക്സ് വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യേണ്ട സ്റ്റെപ്സ്. ഇനി ഇതിൽ നിങ്ങൾ നല്ല കംഫർട്ടബിൾ ആയിട്ട് വേണം ഇതിന്റെ വേരിയൻസ് ട്രൈ ചെയ്യാൻ. ഇപ്പൊ പുഷപ്പിന് തന്നെ പല വേരിയൻസ് ഉണ്ട്. നീ പുഷപ്പ് ഉണ്ട്, ഡിക്ലൈൻ പുഷപ്പ് ഉണ്ട്, ക്ലോസ് ഗ്രിപ്പ് പുഷപ്പ് ഉണ്ട്, ഇൻക്ലൈൻ പുഷപ്പ് ഉണ്ട്, നക്കിൾ പുഷപ്പ് ഉണ്ട്, ക്ലാപ്പ് പുഷപ്പ് ഉണ്ട്, പിന്നെ സാധാരണ സ്റ്റാൻഡേർഡ് പുഷപ്പ് ഉണ്ട്, പിന്നെ സ്പൈഡർമാൻ പുഷപ്പ് ഉണ്ട്, പിന്നെ സിംഗിൾ ആം പുഷപ്പ് ഉണ്ട്. അതുപോലെ തന്നെ പുള്ളപ്പിനും പല വേരിയേഷൻസ് ഉണ്ട്. ഇപ്പം ക്ലാസിക് പുള്ളപ്പ് ഉണ്ട്, ടാർസൺ പുള്ളപ്പ് ഉണ്ട്, സൈഡ് ടു സൈഡ് പുള്ളപ്പ് ഉണ്ട്, ട്രസ്റ്റ് പുള്ളപ്പ് ഉണ്ട്, നീ ട്വിസ്റ്റ് ഉണ്ട്, ലെഗ് റൈസസ് ഉണ്ട്, ചിന്നപ്സ് ഉണ്ട്, ടവൽ ഗ്രിപ്പ് ഉണ്ട്. അതുപോലെ തന്നെ ഈ സ്ക്വാട്ടിനും ലഞ്ചസിനും ഡിപ്സിനും പല വേരിയേഷൻസ് ഉണ്ട്. ഇതൊക്കെ ഇന്റർനെറ്റിൽ ഭയങ്കരമായിട്ട് അവൈലബിൾ ആണ്. കാലിസ്റ്റനിക്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് കുറെ ഗുണങ്ങൾ കിട്ടുന്നുണ്ട്. ഒന്ന്, നമ്മുടെ ഫങ്ഷണൽ സ്ട്രെങ്ത് കൂടും. ഈ ഫങ്ഷണൽ സ്ട്രെങ്ത് എന്ന് വെച്ചാൽ നമുക്ക് ഡേ ടു ഡേ ലൈഫിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള സ്ട്രെങ്ത് ആണ്. ഇപ്പം നമുക്ക് വീട്ടിൽ വെച്ച് എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ നമ്മൾ ജോലി സ്ഥലത്ത് എന്തെങ്കിലും സ്ട്രെങ്ത് പരമായിട്ട് എന്തെങ്കിലും ചെയ്യുന്ന അതിനേക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ ഫങ്ഷണൽ സ്ട്രെങ്ത്. ഈ കാലിസ്റ്റനിക്സ് വർക്കൗട്ട് ചെയ്യുവാണെങ്കിൽ നമ്മുടെ ഫങ്ഷണൽ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ആവും. പിന്നെ അത് മാത്രമല്ല, ഇപ്പം ഞാൻ ജിമ്മുകാരെ കുറ്റം പറയുമല്ല. ഇപ്പം ജിമ്മിൽ പോകുമ്പോൾ ഈ ഭയങ്കര പവർ ലിഫ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, 400-350 കിലോ ഒക്കെ ഇട്ട് ഡെഡ് ലിഫ്റ്റും സ്ക്വാട്ടൊക്കെ ചെയ്യുന്നത്. അവരൊക്കെ പെട്ടെന്ന് വീട്ടിൽ വന്ന് പെട്ടെന്ന് അവരുടെ മസിലൊക്കെ ക്രാമ്പും സ്ട്രെസ്സൊക്കെ ആയിട്ട് ഇരിക്കുമായിരിക്കും. അവർക്ക് പെട്ടെന്ന് എഴുന്നേറ്റൊക്കെ എന്തെങ്കിലും ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പം കാലിസ്റ്റനിക്സ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് പിന്നെ പെട്ടെന്ന് ഗ്രാജുവലി എഴുന്നേറ്റ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ അഡ്വാൻറ്റേജ് ഉണ്ട്. പിന്നെ ഇത് ചെയ്യാൻ നമുക്ക് ഒരു ഫാൻസി ജിം എക്വിപ്മെന്റ്സിന്റെ ആവശ്യമില്ല. നമുക്ക് എവിടെ വേണമെങ്കിലും ചെയ്യാം. പാർക്കിലോ വീട്ടിലോ. ഇപ്പൊ നിങ്ങൾ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്ന, നിങ്ങൾ ഫ്രീക്വന്റ് ആയിട്ട് ട്രാവൽ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് ആ ട്രാവൽ ചെയ്യുന്ന സ്ഥലത്ത്
നിങ്ങൾക്ക് റൂമിലോ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഒരു മെഷീൻ്റെ ആവശ്യമില്ല. പിന്നെ നമ്മുടെ ഫ്ലെക്സിബിലിറ്റി മൊബിലിറ്റി നന്നായിട്ട് ഇമ്പ്രൂവ് ആകും. അതുമാത്രമല്ല നമ്മുടെ കാർഡിയോ വസ്കുലർ ഫിറ്റ്നസും ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആകും. ഇനി കാലിസ്തനിക് വർക്കൗട്ടിന്റെ ഡീമെറിറ്റ്സ് നമുക്ക് നോക്കാം. ഇത് ലോങ് ടൈമിൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രോഗ്രഷൻ പാടായിരിക്കും. ഇപ്പൊ നമുക്ക് ജിമ്മിന്റെ കേസിൽ പറയുവാണെങ്കിൽ നമുക്ക് ജിമ്മിന്റെ കേസിൽ നമുക്ക് പ്രോഗ്രസീവ് ഓവർലോഡിലൂടെ ഓരോ വീക്ക് നമുക്ക് ചെയ്യുന്ന ഇപ്പൊ ഡംബിൾ ഞാൻ ചെയ്യുവാണെങ്കിൽ എനിക്ക് 10 കിലോ ഡംബിൾ എനിക്ക് ആഴ്ച ചെയ്യുവാണെങ്കിൽ എനിക്ക് 12 കിലോ ഡംബിൾ എടുത്ത് എനിക്ക് അടുത്ത ആഴ്ച ചെയ്യാം. അപ്പൊ അത്ര സ്ട്രെസ് എനിക്ക് മസിലിന് കിട്ടും. അങ്ങനെ എനിക്ക് പെട്ടെന്ന് ട്രാക്ക് ചെയ്യാൻ പറ്റും. പ്രോഗ്രസ് മസിലിന്റെ അത് വളർച്ചയും അതുപോലെ പെട്ടെന്നായിരിക്കും. പക്ഷെ ഈ പ്രോഗ്രഷൻ ഈ കാലിസ്തനിക്സിൽ പാടാണ്. നമുക്ക് നമ്പർ കൂട്ടിക്കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ഒരു ലെവൽ എത്തുമ്പോൾ നമ്മൾ ഇപ്പൊ 100 പുഷപ്പ് ഒക്കെ നമുക്ക് ഭയങ്കര കംഫർട്ടബിൾ ആവും. ആ ഒരു ലെവൽ എത്തുമ്പോൾ നമുക്ക് ഇപ്പൊ പുഷപ്പിന്റെ വേരിയന്റ് ഒക്കെ ട്രൈ ചെയ്യണം, ഡയമണ്ട് പുഷപ്പ്. അങ്ങനെ ഒരു ലോങ് ടൈമിൽ നമ്മൾ എല്ലാത്തിലും ഭയങ്കര കംഫർട്ടബിൾ ആവും ഈ കാലിസ്തനിക്സ് വർക്കൗട്ട്. അപ്പൊ പ്രോഗ്രഷൻ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പാടായിരിക്കും. അങ്ങനെ പ്രോഗ്രഷൻ ട്രാക്ക് ചെയ്യാൻ പാടാണെങ്കിൽ നമുക്ക് ഹൈപ്പർട്രോഫിയും മസിൽ ബിൽഡിങ്ങും പാടായിരിക്കും. പിന്നെ പ്രോപ്പർ ഗൈഡൻസ് ഇല്ലാണ്ട് ചെയ്താൽ മസിൽ ആൻഡ് സ്ട്രെങ്ത് ഇൻബാലൻസ് വരും. അത് നമ്മുടെ ബോഡി പോസ്റ്ററിനെ അഫക്ട് ചെയ്യും. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പുഷപ്പ്, പുള്ളപ്പ്, ഡിപ്സ്, സ്ക്വാട്ട് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ പറ്റിയ, നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ, പിന്നെ നിങ്ങൾക്ക് ഇതിന്റെ വേരിയന്റ് ട്രൈ ചെയ്യാം. അങ്ങനെ ഇതിന്റെ വേരിയന്റിലും നിങ്ങൾ നല്ല കംഫർട്ടബിൾ ആയ നിങ്ങൾ ഒരു ഇന്റർമീഡിയറ്റ് കാലിസ്തനിക്സ് ലെവലിൽ എത്തി എന്ന് പറയാം. ഇനി വരാൻ പോകുന്നതാണ് അഡ്വാൻസ്ഡ് കാലിസ്തനിക്സ് ലെവൽ. ഈ അഡ്വാൻസ്ഡ് കാലിസ്തനിക്സ് ലെവലിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ നെറ്റി കാണുന്ന സ്ട്രെയിറ്റ് ആം ട്രെയിനിങ്ങും ഹ്യൂമൻ ഫ്ലാഗും 90 ഡിഗ്രി പുഷപ്പ് ഹോൾഡും അങ്ങനെ പറഞ്ഞാൽ തീരാത്ത അഡ്വാൻസ്ഡ് ലെവൽ കാലിസ്തനിക്സ് വർക്കൗട്ട്സുകളുണ്ട്. ഒരു ബിഗിനർ കാലിസ്തനിക്സ് ലെവലിൽ നിന്ന് അഡ്വാൻസ്ഡ് കാലിസ്തനിക്സ് ലെവലിലേക്ക് പോകാൻ ഭയങ്കര പാടാണ്. കുറെ ടൈം എടുക്കും, കുറെ എഫേർട്സും എടുക്കേണ്ടി വരും. അതുമാത്രമല്ല നമ്മൾ ഇതിന്റെ ഇടയ്ക്ക് ഇന്റർമീഡിയറ്റ് ലെവലിൽ നമുക്ക് സുഖമായിട്ട് പോകാം. അത് കഴിഞ്ഞ് നമ്മൾ അഡ്വാൻസിലേക്ക് പോകുമ്പം നമുക്ക് കുറച്ച് ഇഞ്ചറിയൊക്കെ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരും. പക്ഷെ അവിടെ നമുക്ക് പോസിബിൾ ആണ്. അതുമാത്രമല്ല ലോകത്തിലെ 0.1% ആളുകൾ മാത്രമേ അഡ്വാൻസ്ഡ് കാലിസ്തനിക്സ് ലെവലിൽ എത്തിയിട്ടുള്ളൂ. ഇല്ലെങ്കിൽ അവർ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. 0.1% ആളുകൾ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഒരു ഇന്റർമീഡിയറ്റ് കാലിസ്തനിക്സ് ലെവലിൽ നമുക്ക് സുഖമായിട്ട് എത്താവുന്നതാണ്. നമുക്ക് അതുപോലെ പതുക്കെ അത് കൊണ്ടുപോകുന്നതാണ്. ഇത് തന്നെ നിങ്ങളുടെ ലൈഫ് മാറ്റിമറിക്കും. ഇനി ജിമ്മാണോ ബെസ്റ്റ്, കാലിസ്തനിക്സ് ആണോ ബെസ്റ്റ്? ഞാൻ പറയും, എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ പറയും, നമുക്ക് രണ്ടും വേണം. ഇപ്പം ജിമ്മിൽ എപ്പോഴും ചെയ്യുന്ന ഒരാൾക്ക് അയാളുടെ മസിലിന് ഫ്ലെക്സിബിലിറ്റി കുറവായിരിക്കും. ഈ ഷോയ്ക്ക് വേണ്ടിയിട്ടുള്ള മസിൽസ് മാത്രമേ പുള്ളിക്ക് കാണത്തുള്ളൂ. പക്ഷെ പുള്ളി വീക്കിലി ഒരു 2 ദിവസമെങ്കിലും കാലിസ്തനിക്സ് വേണ്ടി കൊടുത്താൽ അത് പുള്ളിയുടെ ഫിറ്റ്നസിന് ഭയങ്കര ഗുണം ചെയ്യും. അതുമാത്രമല്ല ഇപ്പൊ എപ്പോഴും കാലിസ്തനിക്സ് ചെയ്യുന്ന ഒരാൾ വെയിറ്റ് ട്രെയിനിങ് ഒഴിവാക്കി അയാൾക്ക് കുറെ ഇഞ്ചറിയൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം എപ്പോഴും കാലിസ്തനിക്സ് ചെയ്യുന്ന ആളുകളും വീക്കിലി വെച്ച് 2 ദിവസങ്ങളിൽ വെയിറ്റ് ട്രെയിനിങ് കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മൾ ഈ പഴയുള്ള ആത്ലറ്റ്സിനെയും ബോക്സേഴ്സിനെയൊക്കെ നമ്മൾ എടുത്ത് നോക്കിയാൽ, ഈ ഒളിമ്പിക് ആളുകളെയൊക്കെ എടുത്ത് നോക്കിയാൽ അവരൊക്കെ കാർഡിയോയും കാലിസ്തനിക്സ് ഒക്കെ ചെയ്തിട്ടുള്ളൂ. അപ്പൊ അവരുടെ ബോഡി നമുക്ക് കണ്ടറിയാൻ പറ്റും. പക്ഷെ ഇപ്പോൾ ഉള്ള ആളുകൾ എല്ലാ സ്പോർട്സ് ഫീൽഡിലും അവർ വെയിറ്റ് ട്രെയിനിങ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ചെറുതായിട്ടെങ്കിലും. അപ്പം ഇപ്പോൾ ഉള്ള ആളുകൾക്ക് അതുകൊണ്ട് ഭയങ്കര പെർഫോമൻസ് കൂടുതലാണ്. അപ്പം എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഇത് രണ്ടിനെയും നമ്മൾ മിക്സ് ആയിട്ട് ചെയ്യണം. അപ്പം ഇതിന്റെ റൂട്ടീൻ നമ്മൾ തന്നെ പതുക്കെ സെറ്റ് ചെയ്യണം. അപ്പം അത്രയുള്ള ഗായ്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്.